4 തവണ മന്ത്രിയും 34 വർഷം നിലമ്പൂർ MLA-യുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യടൻ മുഹമ്മദിന്റെയും PV മറിയത്തിന്റെയും മകനാണ് ആര്യടൻ ഷൗക്കത്ത്. 14-ാം വയസ്സിൽ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ KSU-വിന്റെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്. KSU നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി, കേരള ദേശീയവേദി മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, KPCC അംഗം, 2005-ൽ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 2010-ൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ, രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടൻ ദേശീയ കൺവീനർ, KPCC സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയാണ്. നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ജ്യോതിർഗമയ പദ്ധതിയിലൂടെ എല്ലാവർക്കും 4-ാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസം യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമായി നിലമ്പൂരിനെ മാറ്റിയതോടെയാണ് ആര്യടൻ ഷൗക്കത്ത് ദേശീയ തലത്തിൽ അറിയപ്പെട്ടത്. 5 വർഷം നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും തുടർന്ന് നഗരസഭയായി മാറിയപ്പോൾ പ്രഥമ നഗരസഭാ ചെയർമാനുമായിരുന്നു ആര്യടൻ ഷൗക്കത്ത്. 10 വർഷം കൊണ്ട് സംസ്ഥാനത്തിനും രാജ്യത്തിനും മാതൃകയായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിയാണ് ശ്രദ്ധേയനായത്. പാഠം 1, ഒരു വിലാപം, ദൈവനാമത്തിൽ, വിലാപങ്ങൾക്കപ്പുറം എന്നീ 3 സിനിമകൾക്ക് മികച്ച തിരക്കഥയ്ക്കും സിനിമയ്ക്കുമുള്ള സംസ്ഥാന, ദേശീയ, അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച് വർത്തമാനകാലത്ത് ഫാസിസത്തെ ചെറുക്കുന്ന പ്രമേയവുമായി എത്തിയ വർത്തമാനം എന്ന സിനിമയ്ക്കും കഥയെഴുതി. KPCC-യുടെ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി സംസ്ഥാന പ്രസിഡന്റായിരിക്കെ തെരുവ് നാടകവും കലാരൂപങ്ങളുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 7 കലാജാഥകളാണ് നടത്തിയത്. ആര്യടൻ മുഹമ്മദിന്റെ മകൻ എന്നതിലപ്പുറം സ്വപ്രയത്നത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സിനിമാ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് ആര്യടൻ ഷൗക്കത്ത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ജന്തുശാസ്ത്രത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കി. മുംതാസ് ബീഗമാണ് ഭാര്യ. 3 മക്കളുണ്ട്. ജഹ്നൂസ്, മലപ്പുറം.